ഞാനിന്നിവിടെ തിരുവോണമൊക്കെ ഉണ്ടാക്കി. പിന്നെ പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്ന് കുറച്ച് എല്ലാവരും കുട്ടികളൊക്കെ വിരുന്ന് വന്നു കേട്ടോ. അന്ന് കുറച്ച് പായസം ഉണ്ടാക്കി. തിരുവോണത്തിനന്ന് അടപ്രഥമൻ ഉണ്ടാക്കി, പാലട മിക്സ്. ഇന്ന് ഗോതമ്പ് പായസം അത്ര ഉണ്ടാക്കിക്കണേ. ചെറിയ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് എന്തേലും ടേസ്റ്റ് അറിയും. നിങ്ങൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? നുറുക്ക് ഗോതമ്പ് ആദ്യം കുക്കറിൽ പാകത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ടി 2-3 വിസിലെത്തി വേവിച്ചിട്ടോ. പിന്നെ ശർക്കരയൊക്കെ ഒരുക്കിക്കാണ്ട് അതിൻ്റെ പാനി പാർന്ന് വെച്ചു. അതിൻ്റെ പാനി ഒഴിച്ചിട്ടോ. എന്നിട്ട് 2-ാം പാൽ ഒഴിച്ചിട്ടോ. ആദ്യം 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടോ. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേ നമുക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടോ. 2-3 ഏലക്കായി ഒന്ന് ചതച്ചങ്ങാണ്ട് അതിലിട്ട് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ, എളുപ്പത്തിലുണ്ടാക്കാം. അണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തിടാം. ഞാൻ ഇതിൽ അണ്ടി മുന്തിരിയൊന്നും വറുത്തിട്ടിട്ടില്ല. ഇതിങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഗോതമ്പം കൊണ്ടൊക്കെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. കുറച്ചധികം പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ പാടെ വന്നപ്പോഴേ എല്ലാവർക്കും പായസം കുടിക്കാൻ ഭയങ്കര, ശർക്കര പായസം കുടിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. പായസമൊക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി, ഗോതമ്പം കൊണ്ടൊന്ന് പായസം ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോഴേ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നിങ്ങൾ ഗോതമ്പ് കുക്കറിൽ വേവിക്കുമ്പോഴേ ഒരു നുള്ളു ഉപ്പിടണേ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്, അത് മറക്കരുത്. നിങ്ങൾക്ക് അറിയുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു മാത്രം. അപ്പം ഗേസ് നമുക്കേ ഒരു ഗ്ലാസ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. പശുവിൻ പാൽ കുറച്ച് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കായും പൊടിച്ച് കുറച്ച് നെയ്യ് ഇട്ടാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരല്പം നെയ്യും ഒരു 4 ഏലക്കായി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി ശരി, നല്ല ഉഷാറായി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് പണി ചേർക്കാൻ നെയ്യിൽ വറുത്തുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ ഗേസ് നമ്മുടെ വളരെ സ്വാദിഷ്ടമായി ഗോതമ്പ് പായസം റെഡിയായിട്ടു. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് ഓണസദ്യ ഉണ്ടാലോ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.